ഹലോ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, തമ്മിനേലിൽ കണ്ട ശനി ദോഷം, ഏഴര ശനി, കണ്ടകശനി എന്നിവയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ശനീശ്വരന്റെ മന്ത്രത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. കുഞ്ഞു മന്ത്രമാണ് കേട്ടോ. ഒറ്റ ഒരു മന്ത്രമായത് കൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും എളുപ്പത്തിൽ ജപിക്കാവുന്നതാണ്. ജപിക്കുന്നതിന് മുൻപ് കുറച്ചു കാര്യങ്ങളുണ്ട്. ശനിയാഴ്ച ദിവസം തുടങ്ങിക്കോളൂ, തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ശനീശ്വരനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അതിന് കഴിയാത്തവരാണെങ്കിൽ വീടിന്റെ അടുത്തുള്ള ശാസ്ത ക്ഷേത്രത്തിൽ പോയി എള്ളുതിരി കത്തിക്കുന്നത്, നീരാഞ്ജന വഴിപാട് സമർപ്പിക്കുന്നത്, അരയാൽ പ്രദക്ഷിണം, മാത്രമല്ല ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ഒരു പിടി ശുദ്ധമായി ഉണ്ടാക്കിയ ചോറ് കൊടുക്കുന്നത്, ഇവയെല്ലാം ഉത്തമമാണ്. ഇനി അടുത്ത് ശാസ്താക്ഷേത്രമോ നവഗ്രഹ ക്ഷേത്രമോ ഒന്നുമില്ല എന്ന് കരുതുക. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചോളൂ, ഏറ്റവും ഉത്തമമാണ്. ഇനി അതുമില്ലാത്തവർ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ ഭഗവാനോട് പോയി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നവർക്ക് ശനിദോഷം ബാധിക്കില്ല എന്നൊക്കെയാണ് പറയാ. ഇനി മന്ത്രം പറഞ്ഞു തരാം. കുഞ്ഞു മന്ത്രമാണ്, അറിയുന്ന മന്ത്രമായിരിക്കും. ഓം ശം ശനീശ്വരായ നമ. ഒന്നുകൂടി പറഞ്ഞു തരാം. ഓം ശം ശനീശ്വരായ നമ. ഡിസ്ക്രിപ്ഷനിൽ മന്ത്രം എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. 108 തവണ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ, ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മനസ്സിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായിരിക്കണം കേട്ടോ. കൂടാതെ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ദാനമൊക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവാണ്. എല്ലാവർക്കും ശനീശ്വരന്റെ ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടട്ടെ, അതായത് ശനി ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. താങ്ക് യു.